നടക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചേരുന്ന ആദ്യ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നു. സുരക്ഷാ കാര്യ സമിതി യോഗവും ചേരുന്നു. ആഭ്യന്തര പ്രതിരോധ മന്ത്രിമാർ പ്രധാനമന്ത്രിയെ കണ്ടു. അതിർത്തിയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, അതിർത്തിയിലെ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചേരുന്ന ആദ്യ കേന്ദ്ര മന്ത്രിസഭ യോഗം ചേരുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, തീർച്ചയായും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗമാണ്, കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ചേർന്നത്. ആ യോഗം സൈന്യത്തെ അഭിനന്ദിച്ചു എന്നതാണ് അറിയാൻ കഴിയുന്നൊരു കാര്യം. സൈന്യത്തെ അഭിനന്ദിച്ച് ഒരു പ്രമേയം കൊണ്ടുവന്നു എന്നതാണ് അറിയാൻ കഴിയുന്നൊരു കാര്യം. കൂടാതെ അതോടൊപ്പം തന്നെ സുരക്ഷാ കാര്യവുമായി ബന്ധപ്പെട്ട നിർണായകമായ യോഗവും സമിതിയുടെ യോഗവും ഇതിൻ്റെ ഭാഗമായി തന്നെ ചേർന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ നടന്നതിനെക്കുറിച്ച് ഒരു വിലയിരുത്തൽ ആ യോഗം നടത്തിയതായാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ അതിർത്തിയിലെ സാഹചര്യവും ഈ യോഗം വിലയിരുത്തി. എന്തായാലും ഇനിയുള്ള നടപടികൾ എങ്ങനെയാകണം, അതേക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ചയായി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ അതിർത്തിയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ശാന്തമായി തന്നെയുള്ള സാഹചര്യമാണ്. ഈ കാര്യത്തിൽ സൈന്യത്തെ എങ്ങനെയാണ് കൂടുതൽ സൈന്യത്തെ അവിടെ വിന്യസിക്കേണ്ട കാര്യമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ വന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും വളരെ നിർണായകമായ 2 യോഗങ്ങൾ ചേർന്ന യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി മുതിർന്ന മന്ത്രിമാരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള മുതിർന്ന മന്ത്രിമാരുമായാണ് പ്രധാനമന്ത്രി കൂടിക്കാണുന്നത്. എന്തായാലും ഈ 3 യോഗങ്ങൾ ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ യോഗമാണ്. എന്തായാലും ഇതിനെല്ലാം ശേഷം വൈകിട്ട് 3 മണിക്ക് ഒരു വാർത്താ സമ്മേളനം ഉണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ ക്യാബിനറ്റ്, അതായത് മന്ത്രിസഭാ യോഗവുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനങ്ങളടക്കം ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും വൈകിട്ട് 3 മണിക്കാണ് ആ വാർത്താ സമ്മേളനം ഉള്ളത്. എന്തായാലും വളരെ നിർണായകമായ 3 യോഗങ്ങളാണ് ഡൽഹിയിൽ ചേർന്നത്. വൃന്ദ. ശരി ഉണ്ണി. ട്രെയിനുകളിൽ വിതരണം ചെയ്യാനിരുന്ന പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. കടവന്ത്രയിലെ കേറ്ററിംഗ് സെന്ററിൽ നടത്തിയ പരിശോധനയിലാണ് ഭക്ഷണം പിടികൂടിയത്. കോർപ്പറേഷൻ നടത്തിയ പരിശോധനയിലാണ്